ആമേൻ. ഹല്ലേലൂയ. മനുഷ്യനായി ഭൂമിയിൽ വന്ന് ലോകത്തെ കീഴടക്കി, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് അനേക കാര്യങ്ങൾക്ക് വിടുതലും ആശ്വാസവുമായി കടന്നുപോയി. വീണ്ടും വരുമെന്നുള്ള ഒരു വാക്തത്വം നമ്മുടെ മേൽ പകർന്നിട്ടാണ് പോയത്. ഹല്ലേലൂയ. കല്ലറയിൽ നിന്നും പുറത്തു വന്ന കർത്താവ്, ഹല്ലേലൂയ, സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും മടങ്ങി വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. വളരെ അത്യാവശ്യമാണ്. ലക്ഷണങ്ങൾ പലതും നിങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഭൂകമ്പങ്ങൾ, രാജ്യങ്ങളോട്, ഹല്ലേലൂയ, യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, പല വിധത്തിലുള്ള വ്യാധികൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, മതി. ഇനിയും വെട്ടിപ്പിടിച്ചത് മതി. ഇനിയും, ഹല്ലേലൂയ, മറ്റുള്ളവർക്കെതിരെ നിന്നത് മതി. ഇനിയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് മതി. ഇനിയും മറ്റുള്ളവർക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നത് മതി. ഹല്ലേലൂയ. സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. കർത്താവ് അതല്ലേ ചെയ്തത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ കാൽവരിയിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹമാണ് ഏറ്റവും വലുത്. നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല ഈ ലോകത്തിൽ നിന്ന്. നമ്മൾ ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോകത്തില്ല. മണ്ണിന് വേണ്ടി, അതിർത്തിക്ക് വേണ്ടി. എത്രയോ പേരാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികൾ. മതി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ. അതല്ലേ കർത്താവ്, സന്തോഷിപ്പിക്കുക. എപ്പോഴും നിങ്ങൾ സന്തോഷിപ്പിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക. ആമേൻ. എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ കൊടുക്കലുകൾ എല്ലാം സന്തോഷമുള്ളതായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.